പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ആമേൻ. യേശുവിൽ ഏറ്റവും സ്നേഹമുള്ള മുറിയ മിനിസ്ട്രി പ്രയർ ഗ്രൂപ്പ് അംഗങ്ങളെ, സഹോദരങ്ങളെ, ഏവരെയും യേശുവിന്റെ നാമത്തിൽ ഈ സമയത്ത് നിങ്ങളെ സ്നേഹവന്ദനം അറിയിക്കുന്നു. ദൈവത്തിന്റെ വചനത്തിന്റെ ശക്തി നിങ്ങളിലും നിങ്ങളുടെ കുടുംബങ്ങളിലും ഒഴുകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മയുടെ പ്രത്യേക മാധ്യസ്ഥം നമ്മളിൽ ഉണ്ടാകട്ടെ എന്ന് ഈ നിമിഷം നമുക്ക് ഓർത്ത് ദൈവവചനത്തിന്റെ ശക്തി കൊണ്ട് നിറയാൻ പ്രാർത്ഥിക്കാം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നമ്മളെല്ലാം ഒരു വലിയ ഉത്കണ്ഠയാണ്. എന്നെ കുറിച്ചുള്ള ഒരു പദ്ധതി ദൈവമേ നീ വെളിപ്പെടുത്തി തരണമേ. ജെരമ്യാ പ്രവാചകൻ അതിന് നമുക്കൊരു ഉത്തരം നൽകുകയാണ്. നിന്നെ കുറിച്ചൊരു പദ്ധതിയുണ്ട്, അതെന്റെ മനസ്സിൽ. ആരുടെയാണ്? ദൈവത്തിന്റെ മനസ്സിലുണ്ട്. അത് നാശത്തിനുള്ളതല്ല, ക്ഷേമത്തിനുള്ള പദ്ധതിയാണ്. ഹല്ലേലൂയ. മനുഷ്യരെ കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതി അത് ക്ഷേമത്തിനുള്ളതാണ്. ദൈവത്തിന്റെ പദ്ധതി ക്ഷേമത്തിനുള്ളതാണ്. എന്നാൽ മനുഷ്യരുടെ പദ്ധതിയോ നാശത്തിലേക്ക് നയിക്കുന്ന പദ്ധതികളാണ് മനുഷ്യൻ ഭാവന ചെയ്യുന്നത്. ദൈവത്തിന്റെ മനസ്സിൽ ഒരു പദ്ധതിയുണ്ട്. അത് ദൈവത്തോട് ചേരുമ്പോഴാണ് ആ പദ്ധതി നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുന്നത്. ദൈവം അത് പ്രവർത്തന ഫലം ഉണ്ടാകുന്നത്. അത് എപ്പോഴും ഫലം ഉണ്ടാകുന്നത് ദൈവത്തിന്റെ പദ്ധതിയോട് നമ്മൾ ചേരുമ്പോഴാണ്. ദൈവത്തിന്റെ പദ്ധതിയോട് ആരൊക്കെ എപ്പോഴൊക്കെ ചേരുവോ അപ്പോഴെല്ലാം അവർക്ക് ദൈവത്തിന്റെ പദ്ധതി ഒഴുകിയെത്തും. അതുകൊണ്ടാണ് നമ്മുടെ പ്രാർത്ഥനകളെല്ലാം എപ്പോഴും ഫലമണിയാത്തത്. ദൈവത്തിന്റെ ഹിതം, കർത്താവ് ഈശോ മിശിഹാ കുരിശിൽ കിടന്നിട്ട് പറഞ്ഞു, അവിടുത്തെ ഹിതം മാത്രമേ എന്റെ ജീവിതത്തിൽ, എന്റെ ഹിതമല്ല, അവിടുത്തെ ഹിതം നിറവേറട്ടെ. ഇതാണ് നമ്മുടെ പ്രാർത്ഥന. എല്ലാ പ്രാർത്ഥനയിലും നമ്മൾ ആഡ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ജെരമ്യാ 29:19 ഇങ്ങനെ നമ്മൾ പറയണം. എന്താണ്? കർത്താവേ, 29-ാം അധ്യായം നമ്മൾ വളരെ ശ്രദ്ധിച്ച് പ്രാർത്ഥിച്ചാൽ, അത് ചിന്തിച്ചാൽ, 29-ാം അധ്യായത്തിൽ അവിടുന്ന് 11-ാം തിരുവചനം നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന ഇതാണ്: നിന്നെ കുറിച്ചൊരു പദ്ധതിയുണ്ട്, അത് നിന്റെ നാശത്തിനുള്ളതല്ല, ക്ഷേമം, ഐശ്വര്യം. എന്താണ്? ഐശ്വര്യത്തിനുള്ള, നിന്റെ വളർച്ചയ്ക്കുള്ളതാണ് യേശുക്രിസ്തുവിന് നിന്നെ കുറിച്ചുള്ള പദ്ധതി. പക്ഷെ നമ്മുടെ പ്രാർത്ഥനയിലെല്ലാം ആഡ് ചെയ്യണം, ഈശോയെ ഇത് എനിക്ക് നടത്തണം, ഇത് നടത്തി തരണമെന്ന് എന്റെ ആഗ്രഹം. എന്നാൽ ദൈവത്തിന്റെ ഇഷ്ടം ഈ പ്രാർത്ഥനയോട് നമ്മൾ ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ ഇഷ്ടം, ദൈവത്തിന്റെ ആഗ്രഹം അത് നടക്കാനായിട്ട് നമ്മൾ പ്രാർത്ഥിക്കുന്നു. നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ ഒത്തിരി ഏറെ ആഗ്രഹങ്ങൾ, ഒത്തിരി സ്വപ്നങ്ങൾ ഒക്കെ ഉണ്ട്. ഈ സ്വപ്നങ്ങളെല്ലാം നമുക്ക് ഉണ്ടാകണം. ഈ സ്വപ്നങ്ങളെല്ലാം ദൈവത്തിന്റെ പദ്ധതിയോട് ചേർത്ത് വെക്കണം. അപ്പൊ ദൈവീക പദ്ധതിയാണെങ്കിൽ ഇതിനെല്ലാം ദൈവം നടത്തി അതിന് ഫലം നമ്മുടെ കയ്യിലാ തരുന്നത്. ഹല്ലേലൂയ. ഈശോയെ നന്ദി, ഈശോയെ ആരാധന, ഇത് നമുക്കുണ്ടാകണം. ദൈവമേ, എന്നെ കുറിച്ച് ദൈവത്തിനുള്ള പദ്ധതി എന്റെ ജീവിതത്തിൽ വെളിപ്പെടുത്തണം. എനിക്ക് ഉയരാൻ പറ്റുന്നില്ല, എനിക്ക് വിജയിക്കാൻ പറ്റുന്നില്ല, എനിക്ക് ചില കാര്യങ്ങൾ ചെയ്ത് നിൽക്കാൻ പറ്റുന്നില്ല. ദൈവമേ, നിന്റെ പദ്ധതി എന്റെ ജീവിതത്തിൽ വെളിപ്പെടുത്തണം. ജെരമ്യാ 29:11 തിരുവചനത്തിന്റെ ശക്തി ഞങ്ങളിലേക്ക്, ഞങ്ങളുടെ ജീവിതത്തിലേക്ക്, ഞങ്ങളുടെ പ്രവർത്തന മേഖലയിലേക്ക്, ഞങ്ങളുടെ തൊഴിൽ മേഖലയിലേക്ക്, എൻ്റെ കുടുംബാംഗങ്ങളിലേക്ക്, എൻ്റെ കുഞ്ഞുങ്ങളിലേക്ക്, എൻ്റെ കുടുംബജീവിതത്തിലേക്ക് ദൈവത്തിന്റെ ശക്തി ഇറങ്ങട്ടെ. ഈശോയെ, അവിടുന്ന് ഇറങ്ങട്ടെ. ജെരമ്യാ പ്രവാചകന്റെ 29-ാം അധ്യായം 11-ാം തിരുവചനത്തിന്റെ ശക്തിയാ ഞങ്ങളെ കുറിച്ചുള്ള, ഞങ്ങളുടെ ക്ഷേമത്തിനുള്ള പദ്ധതിക്ക് തടസ്സം നിൽക്കുന്ന ദുരാത്മശക്തികളെ, ദുഷ്ടശക്തികളെ ഈശോയുടെ അധികാരമുള്ള നാമത്തിൽ വിട്ടുപോട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ജെരമ്യാ പ്രവാചകന്റെ 29:11 വചനത്തിന്റെ പിൻബലത്താൽ, അതിന്റെ ശക്തിയാൽ ഞങ്ങളുടെ പദ്ധതിക്ക് തടസ്സം നിൽക്കുന്ന ദുഷ്ടാരൂപികൾ പിതാവ് പുത്ര പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ വിട്ടുപോട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയുടെ നാമത്തിൽ, ഈശോയുടെ അധികാരമുള്ള നാമത്തിൽ, ഈശോയുടെ വിശുദ്ധ കുരിശിന്റെ ശക്തിയാൽ ഞങ്ങളുടെ പദ്ധതികൾക്ക് തടസ്സം നിൽക്കുന്ന, ഞങ്ങളുടെ ജീവിത വിജയത്തിന് തടസ്സം നിൽക്കുന്ന ദുരാത്മശക്തികൾ പിതാവ് പുത്ര പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ വിട്ടുപോട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആ വചനത്തിന്റെ ശക്തിയാൽ ഞങ്ങളെ കുറിച്ചുള്ള പദ്ധതി പൂർത്തീകരിക്കുവാൻ തടസ്സം നിൽക്കുന്ന വ്യക്തികളെ, സമൂഹത്തെ, ഞങ്ങളുടെ ജീവിത സാഹചര്യങ്ങളെല്ലാം ഈശോയുടെ അധികാരമുള്ള നാമത്തിൽ വിട്ടുപോട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ അധികാരമുള്ള നാമത്തിൽ എല്ലാ തിന്മയുടെ സ്വാധീനങ്ങളും ഞങ്ങളുടെ ഭവനങ്ങളിൽ നിന്ന് വിട്ടുപോയി ഞങ്ങളെ കുറിച്ചുള്ള ദൈവിക പദ്ധതി നടപ്പിലാക്കണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് പരിശുദ്ധ അമ്മയോട് ചേർന്ന്, സകല വിശുദ്ധരോട് ചേർന്ന് ഞങ്ങൾ യാചിച്ച് പ്രാർത്ഥിക്കുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ആമേൻ. എല്ലാവർക്കും ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ആമേൻ.